പ്രധാനമാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സാർ. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, ജസ്റ്റിസ് NK സിംഗ് അവരുടെ വിധിന്യായത്തിൽ പറയുന്നത് സാർ, ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രശില്പികളാണെന്നും അവരുടെ അധ്വാനം രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരമാണെന്നും ഈ കഴിഞ്ഞ ജൂൺ 11-നാണ് സാർ അങ്ങനെ ഒരു നിരീക്ഷണം അവർ നടത്തിയത്. സാർ, അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ അത് നേരത്തെ കൂട്ടിക്കണ്ട് കേരളത്തിൽ പ്രകടനപത്രികയിൽ പറഞ്ഞൊരു കാര്യം, LDFന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞൊരു കാര്യം നാടിൻ്റെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കിയല്ലേ സാർ? അതിനെന്താണ് സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നത്? ഇതിൽ കഴിഞ്ഞ മാസം വരെ പെൻഷൻ തുക, മാർച്ച് മാസം വരെ പെൻഷൻ തുക അപേക്ഷിച്ച് ഇങ്ങനെ പരിശോധന പൂർത്തിയാക്കിയ വീട്ടമ്മമാർക്ക് നൽകുകയുണ്ടായി. തുടങ്ങാത്ത രീതിയിൽ തുടക്കത്തിൽ അപേക്ഷിച്ച് 16 ലക്ഷം പേരാണ് സാർ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ കണക്ക് പറഞ്ഞത്. ആ 16 ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം നൽകുകയുണ്ടായി. ഇപ്പോൾ 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധന കഴിഞ്ഞിരിക്കുന്നുണ്ട് സാർ. 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധിച്ച് ഈ പഞ്ചായത്തുകളുടെ നിലവിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് പരിശോധിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുക സാർ. ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതിയും അദ്ദേഹം ഇത് പറഞ്ഞു. 22-ാം തീയതി ശ്രീമതി OS അംബികയുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ പറഞ്ഞ മറുപടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത് പരിശോധിക്കണം. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് അസാമാന്യമായ വേഗതയുള്ള ഒരാളല്ലേ സാർ? ധവളപത്രം പുറപ്പെടുവിപ്പിച്ചോ ഇത് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ അന്യായം നടന്നിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ ഇത്ര താമസം? ധനവകുപ്പ് ഒരു തീരുമാനവും എടുക്കാതെ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 16 ലക്ഷം സ്ത്രീകളാണ് സാർ ഈ ക്രൂരത ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. സാധാരണഗതിക്ക് UDFന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണോ? മുമ്പ് മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിൽ പ്രത്യുൽപാദനപരമല്ല എന്ന സമീപനം സ്വീകരിച്ച് നമുക്കറിയാം. ആ പെൻഷൻ 45 രൂപ തുടങ്ങി ഈ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് അത് വർദ്ധിപ്പിച്ചതാരാണെന്നും അറിയില്ലേ സാർ? 100 രൂപയാണ് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചത്. അതാണ് ഞങ്ങൾ ഈ സഭയിൽ ആ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെക്കുറിച്ച് ഉന്നയിച്ചത്. ആ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുകയുണ്ടായി. വിശദീകരണം പറഞ്ഞത് നിങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് എന്നാണ് സാർ. അവസാനിപ്പിക്കാണ് സാർ. വളരെ കുറച്ച് സമയമല്ലേ സാർ ഞാൻ എടുത്തോളൂ. വളരെ കുറച്ച് കൂടുതൽ ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് കടമെടുത്ത് കൊടുത്ത് പറഞ്ഞു സാർ, ഞങ്ങൾ പരിധിക്കകത്ത്, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനപ്പുറത്ത് പരിധിക്കപ്പുറത്ത് കടമെടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുമോ സാർ? അത് ഞങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ തുടർച്ച എന്നുള്ളൊരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ബാധ്യത ഈ ഭരണഘടനാപരമായില്ലേ സാർ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം ശരിയല്ല. ഗവൺമെന്റ് നിലപാട് ഈ കാര്യത്തിൽ ശരിയല്ല. ഈ പദ്ധതിയെ തകർക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ 1000-ൽ പരം കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടായി. പക്ഷേ അതുമേൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തീരുമാനമെടുക്കുമോ എന്ന് ഞങ്ങൾ ആലോചിക്കും എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ അവസ്ഥയോടൊപ്പം തന്നെ സാർ, ഈ വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾക്ക് എടുക്കുന്നതിന് കണക്ട് ടു വർക്ക് എന്ന പദ്ധതി അത് നടപ്പാക്കിയ സംസ്ഥാനമാണ്. അതിൻ്റെ ഭാവി എന്താവും സാർ? മറ്റെല്ലാ കാര്യങ്ങളിലും വിഷനുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചവരല്ലേ? ഈ വിഷനിൽ ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സഹായം പെടില്ലേ സാർ? ഇന്ന് ഈ പദ്ധതികളുടെ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കണം. UDF നയത്തിൻ്റെ ഭാഗമായി 16 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ദുര്യോഗം അവസാനിപ്പിക്കാൻ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ മറുപടി ഇപ്പോൾ വന്നു കഴിഞ്ഞു സാർ. എന്ന് പറഞ്ഞാൽ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പണം വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പരിശോധിക്കണം. അതിൽ അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സംവിധാനത്തിന് ഞങ്ങളെതിരല്ല സാർ. അതിൽ തെറ്റായ എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ടവർക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണോ? അങ്ങനെയാണെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ആക്ഷേപമില്ല സാർ. ആ പദ്ധതി ആകെ നിർത്തിവെച്ചിട്ടാണോ അതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കുക? സാധാരണഗതിയിൽ ആ പരിശോധന നടക്കേണ്ടത് ഇതിന്റെ തുടർ നടപടികളിലൂടെ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതല്ലേ? അപ്പം മുഖ്യമന്ത്രിയുടെ ആ കാര്യത്തിലുള്ള സമീപനം വളരെ നിഷേധാത്മകമാണ് തുടക്കം മുതൽ. അതൊരു സർക്കാരിന്റെ നയമായിട്ട് ഈ സ്ത്രീകൾ കാണുകയാണ് സാർ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ
ഈ പരിശോധനയുടെ ഭാഗമായി എന്നത്തേക്ക് തീരും സാർ ഈ പ്രശ്നം? പുതിയ അപേക്ഷകളല്ല, പഴയ അപേക്ഷകളല്ല കൊടുത്തിട്ടില്ല, പുതിയ അപേക്ഷകളും ഇപ്പൊ കൊടുത്ത് ഞങ്ങൾക്ക് ഈ സഹായം ഉണ്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ എന്താണ് സാർ ഇതിന്റെ സ്ഥിതി? ഈ കുടിശ്ശിക തുക കൊടുക്കാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് സാർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോടുള്ള ഈ UDF സർക്കാരിന്റെ വെല്ലുവിളിയാണ്, നിഷേധാത്മകമായ സമീപനമാണ്. 16 ലക്ഷം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാൻ ഈ ഗവൺമെന്റ് ഇത്രയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിശയകരമാണ് സാർ. ജനക്ഷേമ പദ്ധതികളെ തകർത്ത് സ്വകാര്യവൽക്കരണത്തിന്റെ നിലയിലേക്ക് പോകുന്ന ഈ സർക്കാർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ താല്പര്യം ബലികഴിക്കുന്ന ഈ നിലപാട് ഉൾപ്പെടെയാണ് സാർ ഇതിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ഗൗരവപ്പെട്ട 10-30 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന ഈ ഗൗരവപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ,